എല്ലാവർക്കും ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ HSC സോഷ്യൽ സയൻസിലെ പുതിയൊരു മൊഡ്യൂളാണ്, മൊഡ്യൂൾ നമ്പർ 2. ഇതുവരെയൊക്കെയുള്ള മൊഡ്യൂളുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് മൊഡ്യൂൾ നമ്പർ 1 നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ്. ഈ മൊഡ്യൂൾ നമ്പർ 2 ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നമ്മളുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വേദിക് ഏജിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതായത് ഇനി അങ്ങോട്ടേക്കുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വേദ കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ മൊഡ്യൂൾ നമ്പർ 2 ആദ്യത്തെ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ആദ്യത്തെ പോർഷൻ ആണ് ഈ വേദിക് ഏജ്. ഇതില് ഈ മൊഡ്യൂൾ നമ്പർ 2 ഈ ഒരു യൂണിറ്റിൽ മെയിനായിട്ട് പറയുന്നത് വേദകാലഘട്ടത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ജൈനമത ബുദ്ധമതത്തെ കുറിച്ചിട്ടൊക്കെയാണ്, മഹാജനപദങ്ങളൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റ് നമ്പർ 1 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യത്തെ ഒരു 2-3-4 ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് ഈ വേദകാലഘട്ടം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം പിന്നീട് നമ്മൾ ജനപദങ്ങളെ കുറിച്ചിട്ട്, മഹാജനപദങ്ങളെ കുറിച്ചിട്ട്, മഗധയെ കുറിച്ചിട്ട് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതിനുശേഷം പിന്നീട് നമുക്ക് ജനമതം ബുദ്ധമത കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങളുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ബിഗിനിങ് ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വേദകാലഘട്ടത്തെ കുറിച്ചിട്ടാണ്. എന്താണ് വേദകാലഘട്ടം, എങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു, എപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു, എന്താണ് അതിന്റെ മറ്റു പ്രത്യേകതകൾ എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ആദ്യം ഋഗ്വേദിക് കാലഘട്ടത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ വേദകാലഘട്ടത്തെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഋഗ്വേദിക് കാലഘട്ടം, അല്ലെങ്കിൽ ഒന്നാമത്തെ ഋഗ്വേദിക് കാലഘട്ടം, രണ്ടാമത്തത് ലേറ്റർ വേദിക് കാലഘട്ടം. ഓക്കെ, ഇങ്ങനെ രണ്ട് കാലഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പൊ ഈ വേദകാലഘട്ടം എന്ന് പറയുന്നത്, ജനറലി വേദകാലഘട്ടം എന്ന് പറയുന്നത് 1500 BCE മുതൽക്ക് ഒരു അറൗണ്ട് ഒരു 500-600 BCE വരേക്കുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വേദകാലഘട്ടം എന്ന് വിളിക്കുക. ഇതിൽ ഈ ആദ്യത്തെ കാലഘട്ടം ഉണ്ടല്ലോ, നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞ ആദ്യത്തെ കാലഘട്ടം ഋഗ്വേദിക് കാലഘട്ടം. ഈ ഋഗ്വേദിക് കാലഘട്ടത്തിന്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 1500 BCE മുതൽക്ക് 1000 BCE വരേക്കാണ്. അതായത് ഒരു 500 ഇയേഴ്സിന്റെ ചരിത്രത്തെയാണ് നമ്മൾ ഋഗ്വേദിക് കാലഘട്ടം എന്ന് വിളിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാലഘട്ടം, രണ്ടാമത്തെ ഫേസ്, രണ്ടാമത്തെ പീരീഡ് ലേറ്റർ വേദിക്. ലേറ്റർ വേദിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 BCE മുതൽക്ക് ഒരു 500, 600, 700, 800 ആ ഒരു കാലഘട്ടം, മാക്സിമം 500 BCE വരേക്കുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ലേറ്റർ വേദിക് എന്ന് വിളിക്കുക. അതായത് 1000 BCE മുതൽക്ക് ഒരു 500-600 BCE വരേക്കുള്ള ഒരു കാലഘട്ടം. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഇന്ന കാലഘട്ടം മുതൽക്ക് ഇന്ന കാലഘട്ടം വരെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റൂല, റഫായിട്ടേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ സിർക്ക എന്ന് കൊടുത്തിട്ടുള്ളത്. സിർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്രോക്സിമേറ്റ്ലി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഋഗ്വേദിക് കാലഘട്ടം നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഋഗ്വേദിക് കാലഘട്ടം 1500 BCE സ്റ്റാർട്ട് ചെയ്തു, 1000 BCE എൻഡ് ചെയ്തു. ലേറ്റർ വേദിക് 1000 BCE സ്റ്റാർട്ട് ചെയ്തു, 500 BCE എൻഡ് ചെയ്തു. നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഒരു റഫായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. 2 കാലഘട്ടങ്ങളുണ്ട്, ഓർത്തിരിക്കുക. അപ്പൊ ഈ 2 കാലഘട്ടങ്ങളും നല്ല ഡിഫറെന്റ് ആണ്. 2 കാലഘട്ടങ്ങളിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് 2 കാലഘട്ടങ്ങളിലുമായിട്ട് സൊസൈറ്റിയിലും പൊളിറ്റിയിലും എക്കണോമിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഈ മാറ്റങ്ങളൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താണ് ഋഗ്വേദിക് കാലഘട്ടം, എന്താണ് ലേറ്റർ വേദിക് കാലഘട്ടം, ആ കാലഘട്ടങ്ങളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മളുടെ വേൾഡ് ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ നമ്മൾ ഹരപ്പൻ സിവിലൈസേഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹരപ്പൻ സിവിലൈസേഷൻ എങ്ങനെയാണ് തകർന്നിട്ടുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മളുടെ ക്ലാസ്സുകളിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു 2000 BCE ആവുന്ന സമയം മുതൽക്ക് തന്നെ ഹാരപ്പൻ നാഗരികതയുടെ തകർച്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു 2000 BCE ഒക്കെ ആവുന്ന സമയത്ത് തന്നെ എന്താക്കിയിട്ടുണ്ട്, മോഹൻജദാരോ ഒരു ഫ്ലഡ് വരികയും ആ ഫ്ലഡ് മോഹൻജദാരോ എന്ന് പറയുന്ന പട്ടണത്തെ ഇല്ലാണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ 2000 BCE മുതൽക്ക് തന്നെ സിന്ധു നദീതട സംസ്കാരം ക്ഷയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡീക്ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോ ഹാരപ്പൻ സിവിലൈസേഷന് ശേഷം നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ ആ, ആര്യന്മാരുടെ വരവ്. ഈ ആര്യന്മാരാണ് ശരിക്കും ഇന്ത്യയിൽ വേദകാലഘട്ടം സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 1500 BCE ആയിട്ട് ആര്യന്മാർ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ആര്യന്മാരാണ് ഈ വേദങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ ആര്യന്മാരുടെ കാലഘട്ടത്തെയാണ് നമ്മൾ ഋഗ്വേദിക് കാലഘട്ടം എന്ന് വിളിക്കുന്നത്. ഈ ഋഗ്വേദിക് കാലഘട്ടവും ഹാരപ്പക്കാരുടെ കാലഘട്ടവും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഹാരപ്പൻ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കച്ചവടങ്ങളും അതുപോലെ തന്നെ അർബനൈസേഷനുകളും നഗരവൽക്കരണങ്ങളും ടൗണുകളും എല്ലാം നടന്നിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് അർബനൈസേഷൻ ആണ് എന്ത്, ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഋഗ്വേദിക് ഏജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അതിൽ നിന്ന് നല്ല ഡിഫറെന്റാ. അതായത് ഋഗ്വേദിക് കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ കച്ചവടങ്ങൾ നടന്നിട്ടില്ല. ഋഗ്വേദിക് കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ പട്ടണങ്ങളില്ല. ഋഗ്വേദിക് കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറിന്റെ കാലഘട്ടമായിരുന്നു. കൃഷിയായിരുന്നു കൃഷിയും കന്നുകാലി മേഖലയായിരുന്നു ആളുകളുടെ മെയിൻ ആയിട്ടുള്ള ഉപജീവന മാർഗം എന്ന് പറയുന്നത്. കച്ചവടങ്ങളോ അതുപോലെ തന്നെ നഗരങ്ങളോ ഒന്നും തന്നെ ഋഗ്വേദിക് കാലഘട്ടങ്ങളിലും ലേറ്റർ വേദിക് കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടില്ല. പിന്നീട് ലേറ്റർ വേദിക് കാലഘട്ടത്തിന്റെ ഒരു അവസാനമൊക്കെ ആവുന്ന സമയത്ത്, ഒരു 600-500 BC ഒക്കെ ആവുന്ന സമയത്ത് ഇന്ത്യയിൽ വീണ്ടും പട്ടണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും ക്ലൈമാക്സ്, ലേറ്റർ വേദിക് പീരീഡിന്റെ ക്ലൈമാക്സ് ആവുന്ന സമയത്ത് കേട്ടോ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ 1500 BCE കൂടിയിട്ട് ആര്യന്മാർ വന്നു. ഈ ആര്യന്മാരാണ് വേദങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വേദങ്ങള്? ഋഗ്വേദമുണ്ട്, സാമവേദമുണ്ട്, യജുർവേദമുണ്ട്, അഥർവവേദമുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ 4 വേദങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ഋഗ്വേദിക് കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഗ്വേദം എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്ന, ഋഗ്വേദം കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഋഗ്വേദിക് കാലഘട്ടം. ഈ ഋഗ്വേദങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന വേദം ഏതാണ്? ഋഗ്വേദാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കേട്ടറ്റിന് ചോദിച്ചിട്ടുണ്ട്. കാറ്റഗറി 3-യില് ഈ ആദ്യത്തെ 4 വേദങ്ങൾ കൊടുത്തിട്ട് ആദ്യത്തെ വേദം ഏതാണെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് HSAയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോ ആദ്യത്തെ വേദം ഏതാണ്? ഋഗ്വേദാണ്. അതിനുശേഷമാണ് ഈ യജുർവേദം, സാമവേദം, പിന്നെ അഥർവവേദം. ഏറ്റവും ലാസ്റ്റത്തെ വേദം അഥർവവേദാണ്. ഋഗ്വേദ, യജുർവേദ, സാമവേദ, അതിനുശേഷം അഥർവവേദ. ഇതാണ് അതിന്റെ ഒരു ഓർഡർ. അപ്പൊ അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. അപ്പോ ഈ ഋഗ്വേദിക് കാലഘട്ടത്തിലാണ് ഋഗ്വേദം എഴുതിയിട്ടുണ്ടായിരുന്നത്, 1500-ന്റെയും 1000 BCE ഇടയിൽ. അതിനുശേഷം 1000 BCE-യുടെയും 500 BCE-യുടെയും ഇടയിലായിട്ടാണ് മറ്റ് വേദങ്ങൾ കമ്പോസ് ചെയ്യപ്പെടുന്നത്. സമവേദാവട്ടെ, അഥർവവേദാവട്ടെ, യജുർവേദാവട്ടെ. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ലേറ്റർ വേദിക് പീരീഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ വേദങ്ങളൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആര്യന്മാരാണ്. ആര്യന്മാരെന്ന് പറയുന്ന ഒരു ജനവിഭാഗമാണ്, ഒരു എത്നിക്, ഒരു വംശമാണ്. അവര് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തോട്ട് വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. ഈ ആര്യൻ എന്ന് പറയുന്ന പദം വേദങ്ങളിലും അതുപോലെ തന്നെ സെറോസ്ട്രിയൻ മതത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇറാനിലെ പുരാതനമായ മതങ്ങളിൽ ഒന്നാണ് സെറോസ്ട്രിയൻ മതം. ഈ മതത്തിന്റെ വേദഗ്രന്ഥമാണ് അവസ്ഥ, സെന്റ് അവസ്ഥ എന്ന് പറയും. അപ്പൊ ഈ സെന്റ് അവസ്ഥയിലും അതുപോലെ തന്നെ വേദത്തിലെയും ഇവരെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ആര്യന്മാരെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോ അവര് ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെന്റ് അവസ്ഥ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ടായിരുന്നത് പെഹൽവി എന്ന് പറയുന്ന ഒരു ഭാഷയിലാണ്. പെഹൽവി എന്ന് പറയുന്നത് ഇന്നത്തെ പേർഷ്യൻ ഭാഷയുടെ ആദ്യത്തെ വേർഷനാണ്. ആദ്യകാല, അപ്പൊ നമ്മൾ ഈ ആദ്യകാല മലയാളം, ആദ്യകാല സെന്തമിഴ്, ആദ്യകാല തമിഴ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലെ ആദ്യകാല പേർഷ്യൻ ആണ് പെഹൽവി എന്ന് നമ്മൾ വിളിക്കുക. അപ്പൊ ഈ പെഹൽവി ഭാഷയിലാണ് ഈ സെന്റ് അവസ്ഥ എന്ന് പറയുന്ന സെറോസ്ട്രിയൻ മതക്കാരുടെ, തീനെ ആരാധിക്കുന്ന ആളുകളുടെ മതഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ സെറോസ്ട്രിയൻ മതം, അവരെ നമ്മൾ പാർസികൾ എന്നൊക്കെ നമ്മൾ വിളിക്കും കേട്ടോ. അപ്പൊ ഈ പാർസി ഇതിൽപ്പെട്ട ആൾക്കാരാണ് ടാറ്റ കുടുംബൊക്കെ. ഓക്കെ. അപ്പൊ ഈ സെറോസ്ട്രിയൻ മതമാണത്, പാർസി മതം. അപ്പോ അവരുടെ പ്രധാനപ്പെട്ട വേദഗ്രന്ഥമാണ് സെന്റവെസ്ത. അപ്പൊ ഈ സെന്റവെസ്തയുടെ ഭാഷയാണ് പെഹൽവി. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ഈ സെന്റവെസ്തയിലും വേദത്തിലും പറയുന്ന, ഋഗ്വേദം, സാമവേദം പോലുള്ള വേദങ്ങളിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഋഗ്വേദം സാമവേദമൊക്കെ സംസ്കൃതത്തിലാണ്. അപ്പൊ ഈ സംസ്കൃതത്തിലും അതുപോലെ തന്നെ പെഹൽവി ഭാഷയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ആളുകളെയാണ് ആര്യൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സംസ്കൃതത്തിന്റെയും ഈ പെഹൽവിയുടെയും ഒരു കോമൺ കണക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഷകളും യൂറോപ്യൻ ഭാഷകളും തമ്മിൽ നല്ല ബന്ധമുണ്ട്. സംസ്കൃതം, പെഹൽവി, ലാറ്റിന്, ഗ്രീക്ക്,
ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളുമായിട്ട് ഈ ഭാഷകളൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. ഇതിനൊക്കെ ഒരു ലിങ്ക് ഉണ്ട്. അതായത് ഈ ഭാഷകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നത് ഒരു കോമൺ ഭാഷയിൽ നിന്നും. മനസ്സിലായി? അപ്പൊ ഈ ആര്യൻ എന്ന് പറയുന്നത് ഈ ഭാഷകളൊക്കെ സംസാരിച്ച ആളുകളെയാണ് ആര്യൻ എന്ന് വിളിക്കുക. അതായത് ഈ ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ സംസാരിച്ച ആളുകൾ. അപ്പോ സംസ്കൃതം, പെഹൽവി, ഗ്രീക്ക്, ലാറ്റിൻ തുടങ്ങിയ ഭാഷകൾ സംസാരിച്ചിരുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആര്യന്മാർ എന്ന് വിളിക്കുക. അവരെയാണ് നമ്മൾ ഇൻഡോ യൂറോപ്യന്മാരുടെ പിൻഗാമികൾ എന്ന് വിളിക്കുന്നത്. അവരാണ് ഋഗ്വേദം എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ആര്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു വംശത്തെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കിന്റെ പേരാണ് ആര്യൻ. അപ്പൊ അതിന്റെ ലിറ്ററൽ ആയിട്ടുള്ള ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധു, റിലേറ്റീവ്, കിൻസ്മാൻ, അതുപോലെ തന്നെ കമ്പാനിയൻ, കൂട്ടുകാരൻ എന്നുള്ളൊരു മീനിങ്ങും അതിനുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഇവരെ കുറിച്ചിട്ടാണ്, ഈ ആര്യന്മാരെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ 1500 BCE ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായിരുന്ന, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലോട്ട് വന്നിട്ടുണ്ടായിരുന്ന, കുടിയേറി വന്നിട്ടുണ്ടായിരുന്ന ആളുകളെയാണ് നമ്മൾ ആര്യന്മാരെന്ന് വിളിക്കുക. അവരാണ് വേദങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നത്, മറക്കരുത്. ഈ ടീം തന്നെയാണ് മഹാഭാരതവും രാമായണമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആര്യന്മാര്. അപ്പൊ അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ ആര്യൻ എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ടായിരുന്നത് ആർ എന്നുള്ളൊരു വാക്കിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. ഈ ആർ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യലെന്നാണ്. അതായത് കൃഷി ചെയ്ത ആളുകൾ. അപ്പൊ അവരെ ആര്യൻ എന്ന് വിളിച്ചു. അപ്പൊ ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഈ ആര്യന്മാരെന്ന് പറയുന്ന നാടോടികളായിട്ടുള്ള ആൾക്കാരാണ്. മനസ്സിലായോ? അപ്പൊ അവര് സെൻട്രൽ ഏഷ്യയുടെ ഭാഗങ്ങൾ, അതായത് ബാക്ട്രിയ, അഫ്ഗാനിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായിരുന്ന ആളുകളാണ്. അവര് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് കുറച്ച് കാലഘട്ടം ഇറാനിലോട്ട് വന്നു. ഇറാനിൽ കുറച്ച് കാലഘട്ടം അവർ താമസിച്ചു. ഇറാനിൽ നിന്ന് അവർ പിന്നീട് ഇന്ത്യയിലോട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് ഈ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇറാനിലോട്ട് വരാൻ ഉള്ള ചില കാരണങ്ങളുണ്ട്. അതായത് ഈ കാലാവസ്ഥ, ജനസംഖ്യാ പെരുപ്പം, ഇത് കാരണമായിക്കൊണ്ട് അവര് ഇറാനിലോട്ട് വന്നു. ഇറാനിൽ നിന്ന് അവര് പിന്നീട് ഇന്ത്യയിലോട്ട് വരാനും ഇതേ കാരണങ്ങൾ തന്നെയാണ്. മനസ്സിലായി? അതായത് അവരുടെ ജനസംഖ്യ കൂടി. അപ്പൊ ഇവര് ബേസിക്കലി നാടോടികളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ അധികവും കന്നുകാലി മേക്കലൊക്കെ ചെയ്ത് നടന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പം ഇവരുടെ കന്നുകാലികൾക്ക് വേണ്ട ഭക്ഷണം കിട്ടാതെ, പുല്ലോ കാര്യങ്ങളോ കിട്ടാതെ ആയിട്ടിരിക്കണം. അപ്പൊ അത് കാരണമായിക്കൊണ്ട് അവർക്ക് പുതിയ മേച്ചിൽ പ്രദേശങ്ങൾ തേടി യാത്ര ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവർ ഇന്ത്യയിലോട്ട് വന്നതായിരിക്കാം. അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം തണുപ്പ് കൂടിയിട്ട് അവര് ചൂടുള്ള പ്രദേശങ്ങളിലോട്ട് വന്നതായിരിക്കാം. അതുപോലെ തന്നെ ജനസംഖ്യ കൂടി, ആളുകളുടെ പെരുപ്പം കൂടി. അപ്പൊ ആ പ്രദേശത്ത് അവരെ ഉൾക്കൊള്ളാതെ, അപ്പൊ ഒരു ടീം എന്തായി, ഇന്ത്യയിലോട്ട് വന്നു. അങ്ങനെയൊക്കെ ആയിരിക്കാം. ഇങ്ങനെ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് അവർ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 200 BC ഒക്കെ ആവുന്ന സമയത്ത് നല്ല തണുപ്പും അതുപോലെ തന്നെ വരണ്ട കാലാവസ്ഥയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാരണമായിക്കൊണ്ട് അവര് പല പ്രദേശങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുടിയേറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവരുടെ ഒരു വിഭാഗം ആളുകൾ ഹിന്ദുക്കുഷ് പർവ്വത നിലകള് കയറി അത് ക്രോസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട്. ഈ ഹിന്ദുക്കുഷ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ഒരു മലനിരയാണ്. അതായത് ഈ ലാഹോറിന്റെയും കാബൂളിന്റെ ഒക്കെ അടുത്ത് കിടക്കുന്ന അതിനോടൊക്കെ അടുത്ത് കിടക്കുന്ന ഒരു വലിയൊരു പ്രദേശമാണ് ഈ ഹിന്ദുക്കുഷ് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്ന ഒരു മൗണ്ടെയ്ൻസ്. അപ്പൊ അത് ക്രോസ് ചെയ്തിട്ട് വേണം ഇന്ത്യയിലോട്ട് വരാൻ. അപ്പൊ അത് ക്രോസ് ചെയ്തുകൊണ്ടാണ് ആര്യന്മാര് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശം, സിന്ധു നദിയുടെ തീരത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഇന്ത്യയിലെ ചരിത്രകാരന്മാർക്കിടയിൽ പല ഡിബേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇവര് തദ്ദേശീയരാണോ അല്ലെങ്കിൽ ഫോറിനേഴ്സ് ആണോ, പുറത്തുനിന്ന് വന്ന ആൾക്കാരാണോ എന്നതിനെ കുറിച്ച്. അതിൽ സംശയമൊന്നുമില്ല. റോമല താപ്പറിനെ പോലുള്ള ചരിത്രകാരന്മാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആര്യൻസ് എന്ന് പറയുന്നത് പുറത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ്, വിദേശികൾ തന്നെയാണ്. അല്ലാതെ ഇന്ത്യയിലെ തദ്ദേശീയരായിട്ടുള്ള ആളുകളല്ല. ഒരു വിദേശികളാണ് എന്നുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് റോമല താപ്പറിനെ പോലെ, ആർ ശർമ്മയെ പോലുള്ള ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. സോ ഇന്ത്യയിലെ ചില ചരിത്രകാരന്മാര്, ചില ആളുകള് ഈ ഋഗ്വേദി കാലഘട്ടത്തെ ഹാരപ്പന കാലഘട്ടത്തിന് മുന്നേക്ക് കൊണ്ടുപോകാനുള്ള പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ.
അതിന്റെ ഒരു ആദ്യത്തെ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുണ്ടായിരുന്ന തിലകാണ്, ബാലഗംഗാധര തിലകാണ്. അപ്പോൾ തിലക് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഋഗ്വേദം 4500 BC എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അതായത് ഹാരപ്പൻ സംസ്കാരം സ്റ്റാർട്ട് ചെയ്യുന്നതിനും 2000 വർഷങ്ങൾക്ക് മുന്നേ ഋഗ്വേദം എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരുപാട് ശ്രമങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, തിലക് പറഞ്ഞൊരു കാര്യം. ഓക്കെ. അപ്പൊ ഇവര് ഈ ആര്യന്മാര് വന്നു, ഇറാനിൽ നിന്ന് വന്നു. അവര് എന്നിട്ട് സിന്ധു നദിയുടെ തീരത്ത്, അതുപോലെ അല്ലെങ്കിൽ സരസ്വതി നദിയുടെ ഗഗ്രഹക്ര എന്ന് പറയുന്ന സരസ്വതി നദിയുടെ ഒക്കെ തീരത്ത് അവര് താമസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് സിന്ധു നദിയുടെയും സിന്ധു നദിയുടെ പോഷക നദികളുടെ ആയിട്ടുള്ള ചെനബ്, ചലം, സത്ലജ്, രവി, ബയാസ് തുടങ്ങിയ നദികളുടെ അടുത്ത് അവര് ആ നദികളോട് ചേർന്ന് അവരുടെ താമസ സ്ഥലം ഉണ്ടാക്കി അവിടെ താമസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവര് വന്നിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഈ കിഴക്കൻ അഫ്ഗാനിസ്ഥാന്, അതുപോലെ തന്നെ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ റീജിയൻ, അതായത് ഈ പഞ്ചാബ് ആ പ്രദേശങ്ങള്, അതുപോലെ തന്നെ ഹരിയാന, അതുപോലെ തന്നെ പടിഞ്ഞാറൻ UP, ഇത്രയും പ്രദേശങ്ങളിലാണ് അവര് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഋഗ്വേദി കാലഘട്ടത്തില് ആര്യന്മാര്. അപ്പൊ അവര് ഈ യാത്രയിൽ അവർ ഇന്ത്യയിലോട്ട് വരുന്നതിൽ അവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നത് കുതിരകളും, അതുപോലെ തന്നെ കുതിരകള് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന രഥങ്ങളുമാണ്. അപ്പൊ ഇതിലാണ് അവർ എങ്ങോട്ടേക്ക് ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കുതിരകളുടെ പുറത്ത്, കുതിരകളുടെ രഥത്തിലായിട്ടാണ് അവർ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവര് അങ്ങനെ ഈ സിന്ധു നദിയുടെ പോഷക നദികളുടെയും തീരത്ത് അവർ താമസിച്ചു. ഗ്രാമങ്ങളായിട്ടാണ് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന കാടും കാര്യങ്ങളൊക്കെ വെട്ടിത്തെളിച്ച് അവിടെ ഒരു കൃഷിഭൂമിയാക്കിയിട്ട് മാറ്റി. അങ്ങനെ അവരെ കൃഷി സ്ഥാപിച്ചു. അവിടെ അവരുടെ വീടുകളും കാര്യങ്ങളൊക്കെ വെച്ചു. അവരുടെ പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. കൃഷിയും അതുപോലെ തന്നെ കന്നുകാലി മേഖലയും ആയിരുന്നു. അതുപോലെ തന്നെ അവര് വ്യത്യസ്ത ഗോത്രങ്ങളിൽപ്പെട്ട ആൾക്കാരായിരുന്നു. ഈ വ്യത്യസ്ത ഓരോ ഗോത്രവും ഒരുപാട് കുടുംബങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ഒരു എന്താ പറയുന്നത്, ട്രൈബൽ, അതായത് ഗോത്രങ്ങളായിട്ടാണ് അവർ എന്താക്കിയിട്ടുണ്ടായിരുന്നത്, ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അവർക്കിടയിൽ, ഈ ഗോത്രങ്ങൾക്കിടയിൽ പല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. യുദ്ധങ്ങൾ അധികവും നടന്നിട്ടുണ്ടായിരുന്നത് ഈ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട്, കന്നുകാലികൾക്ക് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ കന്നുകാലികൾക്ക് വേണ്ടിയിട്ടുള്ള മേച്ചിൽ പുറങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അധികവും യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് അവര്. അതുപോലെ തന്നെ ഈ യുദ്ധങ്ങളിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പല യാഗങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സമയത്താണ് ഈ ഏകദേശം ഒരു 1500 1000 BC ഇടയിലാണ് അവര് ഈ ഋഗ്വേദത്തിലെ ശ്ലോകങ്ങളെല്ലാം അവര് കമ്പോസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഋഗ്വേദമാണ് ആദ്യകാല വേദ സാഹിത്യം. അപ്പൊ ഇത് ആദ്യം ഇവര് ഒരു മന്ത്രം പോലെ അവർ മനഃപ്പാഠം പഠിച്ചു വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് അത് എഴുതപ്പെടുന്നത്. അത് എല്ലാ വേദങ്ങളും അങ്ങനെ തന്നെയാണ്. അതിലെ ശ്ലോകങ്ങളെല്ലാം ആളുകൾ മനഃപ്പാഠം പഠിച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറയുന്നത് ഈ ശ്ലോകങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്, അത് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറമാണ്. ഏകദേശം ഒരു ഗുപ്ത കാലഘട്ടത്തിന്റെ ഒക്കെ സമയങ്ങളിലാണ് ഈ വേദങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ എഴുതപ്പെടുന്നത്. ഒരു ബുക്ക് റിട്ടേൺ ഫോമിലോട്ട് വരുന്നത് ഈ സമയത്താണ്, ഗുപ്തന്മാരുടെ ഒക്കെ സമയത്താണ്, എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഈ ആര്യന്മാര് വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ ആ പ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ത്യയുടെ ആ ഒരു നോർത്ത് വെസ്റ്റേൺ റീജിയൻ നിങ്ങൾക്ക് ഈ ഒരു മാപ്പിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ പ്രദേശങ്ങളിലാണ് അവർ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവരവരുടെ സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്രദേശത്താണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിന്ധു നദി കാണാൻ കഴിയും. സിന്ധു നദിയുടെ ട്രിബ്യൂട്ടറീസിന് അല്ലെങ്കിൽ അതിനടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ചെനബുണ്ട്, രവിയുണ്ട്, അങ്ങനെയുള്ള മറ്റ് നദികളൊക്കെ, അതിന്റെ പോഷക നദികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പോഷക നദികളുടെ തീരത്തായിട്ടാണ് അവര് ആര്യന്മാര് വന്ന് അവരുടെ താമസ സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. യെസ്, ഇവിടെ മറ്റൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മാപ്പ് കാണിക്കുന്നത് ആര്യന്മാരുടെ വരവ്. അവരാദ്യം എങ്ങോട്ടേക്ക് വന്നു, അതിനുശേഷം പിന്നീട് അവര് വീണ്ടും എങ്ങോട്ടേക്കാണ് അവർ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം അവര് വന്നിട്ട് ഈ സിന്ധു നദിയുടെ തീരത്ത് അവരുടെ വാസസ്ഥലങ്ങൾ ഉണ്ടാക്കി. അതിനുശേഷം പിന്നീട് അവര് ഈ
ഗംഗാനദിയുടെ ഭാഗത്തോട്ട് വന്നു. അതായത് UP-യുടെയും ബീഹാറിന്റെയും ഭാഗത്തോട്ട് അവർ വന്നു. അത് രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അവിടെ, അതായത് ഈ ഗംഗാനദിയുടെ തീരത്ത് വന്ന് അവിടുന്ന് പിന്നെ അവരെങ്ങനെയാണ് ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലോട്ടും പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഋഗ്വേദം, ഇനി നമുക്ക് ഋഗ്വേദത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഋഗ്വേദം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വേദമാണ്. അപ്പൊ അതിൽ ഈ ഋഗ്വേദ കാലഘട്ടത്തിലെ ദേവന്മാരായിട്ടുള്ള അഗ്നി, ഇന്ദ്രൻ, വരുണൻ, മിത്രൻ, അതുപോലെ തന്നെ മറ്റ് ദേവന്മാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അതായത് അവരോട് നടത്തുന്ന പ്രാർത്ഥനകൾ, ഈ കവികളും മുനിമാരൊക്കെ ആയിട്ടുള്ള ആളുകൾ അവരോട് നടത്തുന്ന പ്രാർത്ഥനകളാണ് ഈ ഋഗ്വേദത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഈ ഋഗ്വേദം എന്ന് പറയുന്നത് 10 ബുക്കുകളാണ്, അല്ലെങ്കിൽ 10 മണ്ഡലങ്ങളുണ്ട് ഋഗ്വേദത്തിന്. അതില് ആദ്യത്തെ എന്ന് പറയുന്നത് 2ഉം 7ഉമാണ്. രണ്ടാമത്തെ ബുക്കും ഏഴാമത്തെ ബുക്കും, രണ്ടാമത്തെ മണ്ഡലവും ഏഴാമത്തെ മണ്ഡലവുമാണ് ആദ്യം രചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ 1, 8, 9, 10 ഉള്ള പുസ്തകങ്ങളൊക്കെ പിന്നീട് വരുന്നത്. അതൊക്കെ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഏറ്റവും ആദ്യം എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നത് 2-7 കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് 2-7 മണ്ഡലങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. 2 മുതൽ 7 വരെ കേട്ടോ. 2, 3, 4, 5, 6, 7 ഇങ്ങനെ. ഓക്കെ, കൺഫ്യൂസ് ആവരുത്, മാറിപ്പോയതാണ്. 2 മുതൽ 7 വരേക്കുള്ള മണ്ഡലങ്ങളാണ്, ബുക്കുകളാണ് ആദ്യം എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് 1, 8, 9, 10 ഒക്കെ എഴുതപ്പെടുന്നത്. അപ്പൊ ഈ ഋഗ്വേദ കാലഘട്ടം രചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് 1500ന്റെയും 1000 BC-യുടെ ഇടയിലാണ്. പ്രഗത്ഭരായിട്ടുള്ള എല്ലാ ഹിസ്റ്റോറിയൻസും ചരിത്രകാരന്മാരും പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിന്റെ ഇടയിലാണ് അത് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാണ്. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ സാമവേദ, യജുർവേദ, അഥർവേദങ്ങളൊക്കെ എഴുതപ്പെടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ആര്യന്മാര് കുതിരമേലാണ് ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായത്. കുതിര അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മൃഗമായിരുന്നു. കുതിരകളെ അവര് വളർത്തിയിട്ടുണ്ടായിരുന്നു. ഈ വണ്ടികൾക്കും അതുപോലെ തന്നെ രഥങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ കുതിരകളെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കുതിരകളെ കുറിച്ചിട്ട് ഋഗ്വേദത്തിൽ ഒരുപാട് തവണ പറയുന്നുണ്ട്. അപ്പോ ഈ കുതിരകളെ അശ്വ എന്നാണ് ഋഗ്വേദത്തിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ അശ്വകളെ കുറിച്ച് അല്ലെങ്കിൽ കുതിരകളെ കുറിച്ചിട്ട് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. അപ്പോ ഈ കുതിരകൾ എന്ന് പറയുന്നത് ഈ ആര്യൻ സംസ്കാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കുതിരകൾ കേട്ടോ, കുതിര, പശു, ഇതൊക്കെയാണ് അവരുടെ ആര്യന്മാരുടെ പ്രധാനപ്പെട്ട മൃഗങ്ങൾ എന്ന് പറയുന്നത്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കുന്ന മൃഗം അത് കുതിര തന്നെയാണ്, അശ്വ. അതായത് 215 തവണയാണ് അശ്വ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഋഗ്വേദത്തില്. ഇതുപോലെ പരാമർശിക്കുന്ന മറ്റൊരു മൃഗമില്ല. അതുപോലെ തന്നെ ഈ കുതിരകളെ കുറിച്ചിട്ടുള്ള പരാമർശം നമുക്ക് സെൻഡാവേസ്തയിലും അതുപോലെ തന്നെ ഗ്രീക്കുകാരനായിട്ടുള്ള ഹോമർ, കണ്ണു കാണാത്ത കവി ഹോമർ എഴുതിയിട്ടുള്ള ഒഡീസയിലും കുതിരകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ സെൻഡാവേസ്ത എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നത് 1400 BC-യിൽ. അതായത് ഈ സെൻഡാവേസ്ത, ഈ ഒഡീസി, ഇതൊക്കെ ഏകദേശം ഒരേ സമയത്ത് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്ന ബുക്കുകളാണ് എന്നാണ് പല ചരിത്രകാരന്മാരും പറയുന്നത്. കാരണം ഇതിലെല്ലാം ഒരുപാട് സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സെൻഡാവേസ്ത 1400 BC-യിൽ എഴുതപ്പെട്ടു. ഒഡീസി ഏകദേശം ഒരു 900-ന്റെയും 800 അല്ലെങ്കിൽ 1000-ന്റെയും 800 BC-യുടെ ഇടയിലായിട്ട് ഒഡീസി എഴുതപ്പെട്ടു എന്നൊക്കെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു സമയത്ത് തന്നെയാണ് ഋഗ്വേദം എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നത്, കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. കാരണം 1500-ന്റെയും 1000-ന്റെയും ഇടയിൽ എപ്പോ വേണമെങ്കിലും അത് എഴുതപ്പെട്ടിട്ടുണ്ടായിരിക്കാം. കറക്റ്റ് ആയിട്ടൊരു ടൈം ഇല്ല. അതിന്റെ ഇടയിൽ എഴുതപ്പെട്ടതാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഋഗ്വേദത്തിൽ പിന്നീട് രണ്ടാമത് ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന മൃഗം എന്ന് പറയുന്നത് പശുവാണ്, ഗോ. 176 തവണയാണ് പശുവിനെ കുറിച്ചിട്ട് പറയുന്നത്. പിന്നെ പറയുന്നത് കാളയെ കുറിച്ചാണ്, ഋഷഭ എന്നാണ് കാളയെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പൊ കാളയെ കുറിച്ചിട്ട് 170 തവണയാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സമൂഹം ഈ കന്നുകാലികൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമൂഹമായിരുന്നു. കാരണം കന്നുകാലി വളർത്തലായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. അതുകൊണ്ട് തന്നെ കന്നുകാലികളെ അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നായി മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഋഗ്വേദത്തിലേക്ക് ഇത്രയും കൂടുതൽ തവണ ഈ കന്നുകാലികളെ കുറിച്ചിട്ട് പറയുന്നത്.
ഈ ആളുകൾ, ഋഗ്വേദ കാലഘട്ടത്തിലെ ആളുകൾ, ആര്യന്മാര്, കുട്ടികൾക്ക്, അതായത് ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പശുക്കൾക്ക് വേണ്ടിയിട്ടും കുതിരകൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഋഗ്വേദത്തിൽ മറ്റു മൃഗങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഇപ്പൊ സിംഹത്തെ കുറിച്ചിട്ടും മാനിനെ കുറിച്ചിട്ടും എരുമയെ കുറിച്ചിട്ടും ആനയെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കുതിര കുതിരയുടെ അത്രയും തവണയോ അതല്ലെങ്കിൽ പശുവിന്റെ അത്രയും തവണ ആ, മറ്റു മൃഗങ്ങളെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക, ഋഗ്വേദത്തിൽ കടുവയെ കുറിച്ചിട്ടും കണ്ടാമൃഗത്തെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ഈ ആളുകള്, ആര്യന്മാര്, അവര് അമ്പും വില്ലുമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരുടെ സമൂഹം എന്ന് പറയുന്നത് പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹമായിരുന്നു. ഓക്കെ. സ്ത്രീകൾക്ക് അത്ര ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പുരുഷ മേധാവിത്വമുള്ള, പുരുഷന്മാരെല്ലാം കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു ഋഗ്വേദിക് ആൻഡ് ലേറ്റർ വേദിക് സൊസൈറ്റി. ഋഗ്വേദ കാലഘട്ടത്തിൽ കുറച്ച് സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ സ്ത്രീകളുടെ എല്ലാ പ്രാധാന്യവും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവര് ആര്യന്മാര് ആളുകളെ കത്തിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെ ക്രിമേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഈ ഹാരപ്പന്മാരും അവരും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസാണ്. ഈ ഹാരപ്പക്കാര് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ആളുകളെ കുഴിച്ചിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവര് ആര്യന്മാര് ആളുകളെ ദഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ്. നമ്മൾ പിന്നെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ നമ്മൾ ഈ സംസ്കൃതം ഭാഷയും ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്റെ പണ്ഡിതന്മാര് ഈ സംസ്കൃതവും അതുപോലെ തന്നെ യൂറോപ്പിലെ മറ്റ് ഭാഷകളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ട് അവർ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംസാരിക്കുന്ന, അതായത് ഈ സംസ്കൃതം ആവട്ടെ ഗ്രീക്ക്, ലാറ്റിൻ, ഈ ഭാഷകളൊക്കെ സംസാരിക്കുന്ന ആളുകള് അവരെ ഇൻഡോ യൂറോപ്യൻസ് എന്ന് അവർ വിളിച്ചു. അപ്പോൾ ഇവര് എന്താണ്, ഒരു ഒരു കോമൺ, അതായത് ഇവർ തമ്മിലൊരു പരസ്പരം ഒരു കണക്ഷൻ ഉണ്ട് എന്നാണ് ഈ പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഒരു കാര്യം. അതായത് ഈ ഭാഷകളിൽ തമ്മിലുള്ള ഒരു സമാനത, അപ്പൊ അത് കാണിക്കുന്നത് അതിന്റെ ഒരു കോമൺ ഒറിജിനെ കുറിച്ചിട്ടാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമൺ, ഒരു മദർ ലാംഗ്വേജിൽ നിന്നാണ് ഈ ഭാഷകളെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഗ്രീക്ക് ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, ലാറ്റിൻ ആവട്ടെ, ഈ ഭാഷകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിൽ ഈ സംസ്കൃതം ഭാഷ സംസാരിക്കുന്ന ആളുകളെ ആര്യന്മാരെന്ന് വിളിച്ചു. അപ്പൊ ഈ സംസ്കൃതത്തിലാണ് ഈ ഋഗ്വേദം എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാഷകൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഫിലിപ്പോ സാസറ്റി എന്ന് പറയുന്ന ഒരു ഇറ്റലിക്കാരനാണ്. അദ്ദേഹം ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു സിമിലാരിറ്റി കണ്ടെത്തുന്നത്. ഈ ഒരു സിമിലാരിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് സംസ്കൃതം ഭാഷയിൽ അച്ഛനെ പിതൃ എന്ന് വിളിക്കാം. അത് ഗ്രീക്ക് ഭാഷയിലോട്ട് പോകുമ്പോൾ പിത്തറായി, ലാറ്റിൻ ഭാഷയിലോട്ട് വരുമ്പോൾ പാത്തറായി, ഇംഗ്ലീഷ് ഭാഷയിലോട്ട് വരുമ്പോൾ ഫാദറായി. അതേപോലെ തന്നെയാണ് സംസ്കൃതം ഭാഷയിൽ മാതൃ, അത് മേത്തറായി, മാത്തറായി, മദറായി. അപ്പോൾ ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഈ ഒരു കണക്ഷനാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു കാര്യം. മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ സംസ്കൃതവും ഗ്രീക്ക്, ലാറ്റിൻ, ഇംഗ്ലീഷ് ഭാഷകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ, ഇതിനാണ് നമ്മൾ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് തിയറി എന്ന് വിളിക്കുന്നത്. ഈ ഒരു കണക്ഷൻ, സംസ്കൃതവും പഹൽവിയും മറ്റ് യൂറോപ്യൻ ഭാഷകളൊക്കെ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ അത് ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്, ആ കണക്ഷൻ, ആ സിമിലാരിറ്റി, ആ സമാനത ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഫിലിപ്പോ സാസറ്റി എന്ന് പറയുന്ന ആളാണ്. പിന്നീട് അതിന്മേൽ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. ഫിലിപ്പോ സാസറ്റി ഇത് കണ്ടെത്തുന്നത് 16-ല്, അതിനുശേഷം പിന്നീട് ഇതിന്റെ മേൽ പഠനങ്ങൾ നടക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഈ ഫിലിപ്പോ സാസറ്റി കണ്ടെത്തിയിട്ടുള്ള കാര്യം ഇതാണ്, സംസ്കൃതവും യൂറോപ്പിലെ പ്രധാന ഭാഷകളും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന്. പിന്നീട് ഈ തിയറി, ഈ ഒരു സിദ്ധാന്തം വിപുലീകരിച്ചിട്ടുണ്ടായിരുന്ന ആളാണ് വില്യം ജോൺസ്. അദ്ദേഹം 1786-ല് ഇതിന്മേൽ കൂടുതൽ പഠനങ്ങൾ നടത്തി. അദ്ദേഹം പറഞ്ഞു, ഈ ഭാഷയൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഭാഷയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പക്ഷെ ആ ഭാഷ ഒന്നും ഇല്ല, ആ ഭാഷ നഷ്ടപ്പെട്ടു പോയി, അജ്ഞാതമാണ് ആ ഭാഷ എന്നാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഭാഷ സംസാരിക്കുന്നവരെ ഇന്തോ യൂറോപ്യൻസ് എന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വില്യം ജോൺസ് ആണ്. അപ്പൊ ഇവരുടെ പിൻഗാമികളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പിൻഗാമികളായിട്ട് ഭാഷകളെയാണ് നമ്മൾ ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജസ് എന്ന് വിളിക്കുക. അപ്പോ ഈ ഒരു തിയറിയിലോട്ട് അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നത് ഫിലിപ്പോ സാസറ്റിയുടെ എഴുത്തുകളാണ്, അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളാണ്.
അതുപോലെ തന്നെ ഈ ഭാഷയുടെ മേലിലും ആര്യന്മാരെ കുറിച്ചും ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്ന 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മാക്സ് മുള്ളർ. ജർമ്മൻകാരനാണ് അദ്ദേഹം. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആര്യൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഒരു ഭാഷ എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ ഒരു വംശമല്ല. അപ്പൊ അദ്ദേഹം ഈ ഈ ഈ മൊത്തം ഭാഷകൾ അദ്ദേഹം ആര്യൻ എന്ന് വിളിച്ചു. അതായത് സംസ്കൃതം, പെൽവി, ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളൊക്കെ അദ്ദേഹം ആര്യൻ എന്ന് വിളിച്ചു. അപ്പൊ ഈ ഭാഷ സംസാരിച്ച ആളുകളെയാണ് അദ്ദേഹം എന്താക്കിയത് ആര്യൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്, ആ ഭാഷയെയും. ഓക്കെ, അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇവര് ഈ ആര്യന്മാർ എന്ന് പറയുന്ന അവരുടെ ആദ്യത്തെ ഒറിജിനൽ ഹോം, അത് അവരുടെ ആദ്യത്തെ വീട് എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യയാണ്. അവിടെ നിന്ന് അവർ യൂറോപ്പിലോട്ടും ഇന്ത്യയിലോട്ടൊക്കെ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഗ്രൂപ്പ് യൂറോപ്പിലോട്ട് വന്നു, ഒരു ഗ്രൂപ്പ് ഇറാനിലോട്ട് വന്നു, ഇറാനിൽ നിന്ന് വീണ്ടും ഒരു ഗ്രൂപ്പ് ഇന്ത്യയിലോട്ട് വന്നു. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ മാക്സ് മുള്ളറെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നാഗരികതയുടെ അടിത്തറ എന്ന് പറയുന്നത് ആര്യൻ സംസ്കാരമാണ്. കാരണം ഈ മാക്സ് മുള്ളർ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അന്ന് ഹാരപ്പയെ കുറിച്ച് ആർക്കും അറിയില്ല. കാരണം ഹാരപ്പയെ കുറിച്ചിട്ടുള്ള തെളിവുകൾ നമുക്ക് ആദ്യം കിട്ടുന്നത് എപ്പോഴാണ്? 20-ാം നൂറ്റാണ്ടിൽ. അതായത് 1921 ശേഷമാണ് ഹാരപ്പ എന്ന് പറയുന്ന സിവിലൈസേഷനെ കുറിച്ച് നമുക്ക് തെളിവ് കിട്ടുന്നത്. അതുവരേക്കും ആർക്കും ഇന്ത്യയിൽ ഒരു ഹാരപ്പൻ നാഗരികത നിലനിന്നിട്ടുള്ളതായിട്ട് നമുക്ക് ആർക്കും അറിയുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മാക്സ് മുള്ളർ. അപ്പൊ മാക്സ് മുള്ളറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് വേദകാലഘട്ടം മുതൽക്കാണ്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ആര്യൻ സംസ്കാരമാണ്. അതുകൊണ്ടാണ് മാക്സ് മുള്ളർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിന് ഈ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചിട്ട് അറിയുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ആര്യന്മാരുടെ വരവിനെ കുറിച്ചിട്ട് പല പണ്ഡിതന്മാരും പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോ മാക്സ് മുള്ളർ പറഞ്ഞ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ആണ് വന്നിട്ടുണ്ടായിരുന്നത്, ഇറാനിലോട്ട് വന്നു. ഇറാനിൽ നിന്ന് ഒരു ഗ്രൂപ്പാണ് ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നതെന്നാണ് മാക്സ് മുള്ളർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതേ തിയറി തന്നെയാണ് റോംല താപ്പർ, ആർ എസ് ശർമ്മയെ പോലുള്ള ചരിത്രകാരന്മാർ സപ്പോർട്ട് ചെയ്യുന്നത്. അവർ ഈ തിയറി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരാളാണ് ദയാനന്ദ സരസ്വതി. നിങ്ങൾ ദയാനന്ദ സരസ്വതിയെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആര്യ സമാജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ് ദയാനന്ദ സരസ്വതി. സോ ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള സത്യാർത്ഥ പ്രകാശിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആര്യന്മാര് ടിബറ്റിൽ നിന്നാണ് വന്നത് എന്നാണ് പറയുന്നത്. ടിബറ്റിൽ നിന്നാണ് അവർ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് ദയാനന്ദ സരസ്വതി പറയുന്നത്. പിന്നെ ഇതിന്മേൽ പഠനം നടത്തിയിട്ടുണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയാണ് തിലക്. തിലക് ഈ ഹിന്ദു ദേശീയത ഇന്ത്യൻ ദേശീയതയുടെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. അതായത് ഹിന്ദു മതത്തിലെ പല ആചാരങ്ങളും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ദേശീയത ഉണർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഗണപതി ഫെസ്റ്റിവലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ശിവാജി ഫെസ്റ്റിവലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇന്ത്യയിലെ ദേശീയതയെ ഉണർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഹിന്ദു മതത്തെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു തിലക്. സോ അദ്ദേഹം ആര്യന്മാരെ കുറിച്ചിട്ടും വേദങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, ആർട്ടിക് ഹോം ഇൻ 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 വേദാസ് എന്ന് പറയുന്ന ഒരു ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്കിൽ തിലക് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്ടിക് പ്രദേശത്തിൽ നിന്നാണ് ഈ ആര്യന്മാർ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ അതിശൈത്യം വന്നതുകൊണ്ട്, കാലാവസ്ഥാ വ്യതിയാനം വന്നതുകൊണ്ട് ആര്യന്മാര് ഇറാനിലോട്ടും അതിനുശേഷം ഇന്ത്യയിലോട്ടും വന്നു എന്നാണ് തിലക് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ബാക്കി ഋഗ്വേദിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.